കെ എം അഭിജിത്തിനെ യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ നേതൃത്വത്തിനെതിരെ അമർഷം ശക്തമാകുന്നു. സോഷ്യൽ മീഡിയയിലൂടെയാണ് കോൺഗ്രസ് അണികളുടെ പ്രതിഷേധം. അഭിജിത്തിന്റെ അയോഗ്യത എന്തെന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്നാണ് ആവശ്യം. സലാം മുഹമ്മദ് ചേരുന്നു. സലാം, അഭിജിത്തിനെ ഉൾപ്പെടുത്താത്തതിലെ അതൃപ്തി എങ്ങനെയാണ് പ്രകടമാകുന്നത്? വലിയ രോഷമാണ് ഈ കോൺഗ്രസ് അണികളിൽ നിന്നുണ്ടാകുന്നത്. കെ എം അഭിജിത്ത് എന്ന് പറയുന്ന മുൻ KH സംസ്ഥാന പ്രസിഡന്റും NSY ജനറൽ സെക്രട്ടറിയുമായിരുന്ന അഭിജിത്തിനെ ഉൾപ്പെടുത്താത്തതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. ഈ ദേശീയ കമ്മിറ്റിയുടെ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹി പട്ടിക ഇന്നലെയാണ് പുറത്തു വന്നത്. ഇതിൽ നിന്നും 4 സെക്രട്ടറിമാർ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. ഇതിൽ കെ എം അഭിജിത്തിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. നിരവധിയായിട്ടുള്ള അണികളാണ് ഫേസ്ബുക്കിലൂടെയും മറ്റു സമൂഹ മാധ്യമങ്ങളിലൂടെയും വലിയ രീതിയിലുള്ള അമർഷം പ്രകടമാക്കുന്നത്. നേതൃത്വം ഈ കെ എം അഭിജിത്തിന്റെ ാക്കണമെന്നുള്ള ആവശ്യമാണ് ഇവർ പ്രതിഷേധ പോസ്റ്റുകളിലൂടെ ആവശ്യപ്പെടുന്നത്. അത്തരം ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും വലിയ നിരാശയാണ് ഈ നിലപാടിൽ നിന്നുള്ള കോൺഗ്രസ് അണികളൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത്. കാരണം കെ എം അഭിജിത്ത് എന്ന് പറയുന്ന KSUവിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ ഈ കാലയളവിൽ, അദ്ദേഹത്തിന് പ്രസിഡന്റായിരുന്ന കാലയളവിൽ കാണിച്ചിരുന്ന ഈ സമരങ്ങൾ, അത്തരം സമര പോരാട്ടങ്ങൾ, അത്തരം ചരിത്രങ്ങളൊക്കെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് നിരവധിയായി ഈ സോഷ്യൽ മീഡിയയിൽ പ്രകടമാകുന്നത്. അങ്ങനെ കെ എം അഭിജിത്തിനെ എന്തുകൊണ്ടാണ് ദേശീയ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ലെന്ന ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത്. എങ്ങനെയാണ് കെ എം അഭിജിത്തിനെ ഒഴിവാക്കപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അയോഗ്യത എന്താണ്, ഇക്കാര്യങ്ങളൊക്കെ തന്നെ നേതൃത്വം മറുപടി പറയണമെന്ന ആവശ്യമാണ് ഉയർത്തുന്നത്. ഏതായാലും മലബാറിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന ഒരു യുവ നേതാവ് തന്നെയായിരുന്നു കെ എം അഭിജിത്ത്. അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ ഒരു ഭാരവാഹിത്വവും നിലവിലില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ രീതിയിൽ സംഘടനാ രംഗത്തുനിന്നും മാറ്റി നിർത്തപ്പെട്ടത്, എന്ത് അയോഗ്യതയാണ് അദ്ദേഹത്തിന് ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയകളിൽ കോൺഗ്രസ് അണികൾ ഉയർത്തുന്നത്. ശരി സലാം.